മാം പറഞ്ഞ ഒരു കാര്യത്തോട് ഞാനത് പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് മാം ഒരു പ്രത്യേക വാചകം ഉപയോഗിച്ചു. മാനസികവും ശാരീരികവുമായിട്ടുള്ളതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് പ്രണയം എന്നുള്ളത്. അപ്പൊ എനിക്ക് മനസ്സിലായത് മാം പറഞ്ഞതെന്ന് പറയുന്നത് ഒരു നിർദ്ദേശം മാത്രമാണ് പറഞ്ഞത്. അതായത് ശാരീരികം മാത്രമായി പോരുത്, എന്നിട്ട് അതിനെ പ്രണയം എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യരുത് എന്നുള്ള രീതിയിലാണ്. പ്രണയത്തിന് അതിൻ്റെതായിട്ടുള്ള പരിശുദ്ധി ഉള്ളത് അത് വരുന്നതും ഈ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ വരുമ്പോഴാണ്. അപ്പം ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം എടുത്ത് പോർട്രേ ചെയ്തിട്ട് അതാണ് പ്രണയം എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യരുത് എന്നുള്ള രീതിയിലാണ്. നമ്മൾ സെലിബ്രേഷൻസ് ആവാം, പക്ഷെ അത് റെസ്പോൺസിബിൾ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം മാത്രമാണ് മാം തന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. വാലന്റൈൻസ് ഡേ ഇങ്ങനെയുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാനുള്ള ഒരു ലൈസൻസ് ആയി മാറരുത്, അതാണ് പറയുന്നത്. അതിന് സാധ്യതയുണ്ടോ ഈ ദിവസങ്ങളിൽ? കാര്യം അതിലേക്കുള്ള ഒരു ഉത്തേജക മരുന്നാണോ ഈ വാലന്റൈൻസ്? അല്ല, എനിക്ക് കുട്ടി പറയുന്ന കേട്ടപ്പോഴാണ് ഇത്തിരി ഒരു ആശങ്ക തോന്നിയത്. കാരണം അമ്മൂൻ പറയുന്നത് വെച്ചിട്ട് രണ്ട് പ്രായപൂർത്തിയായ ആളുകൾ അവരൊരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റാരും അതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്നൊരു ചിന്താഗതി ഈ ഒരു തലമുറയിൽ നിന്നും വരുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചിന്ത കുറച്ചൊന്ന് മാറണം. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യത്തിലും ഇടപെടാതെ മുൻപോട്ട് പോകുമ്പോൾ ഈ സമൂഹം പിന്നീട് ഒറ്റപ്പെട്ട സൈലോസിൽ ജീവിച്ചു തുടങ്ങും. പിന്നെ സമൂഹം എന്ന രീതിയിലേക്ക് അത് പോവില്ല. മാഡം പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. ഭാരതത്തിന് ഒരു കുടുംബ സങ്കല്പമുണ്ട്. ഭാരതത്തിന് ഒരു കുടുംബ സങ്കല്പം, അച്ഛൻ, അമ്മ, കുട്ടികൾ, ഇതടങ്ങുന്ന ഒരു കുടുംബം, ഫാമിലി. വെസ്റ്റേൺ കൾച്ചറിൽ ഇല്ലാത്ത ഒരു കൺസെപ്റ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ മാഡം പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ആ കുട്ടി പറഞ്ഞതിനോട് എനിക്ക് പൂർണ്ണമായും വിയോജിപ്പാണ്. എന്ന് വെച്ചാൽ നമ്മള് രണ്ടുപേര് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആർക്കും ഒരു റൈറ്റ് ഇല്ല എന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം അവര് തമ്മിൽ പേഴ്സണലായിട്ട് അവർ തമ്മിൽ ഒരു ഇത് കണക്ഷൻ ഉണ്ടാവുക, സെക്ഷൽ ഇത് ഉണ്ടാവുക, അതിലോട്ട് ഇടപെടേണ്ട കാര്യം അല്ല. അത് ഇന്ന് പ്രൈവറ്റ് ആയിട്ടാണ്, അല്ല അത് ഇന്ന് പ്രൈവസിയിലാണ് നടക്കുന്നത്. നാളെ അത് പുറത്തു വന്നാൽ ചെയ്യുന്നവരുടെ ആ പ്രവൃത്തി ചെയ്യുന്നവരുടെ പ്രൈവസി എന്നതുപോലെ തന്നെ ഇത് കണ്ടു നിൽക്കുന്നവരുടെ ഒരു പ്രൈവസി കൂടി. കല്യാണം കഴിച്ച രണ്ട് വ്യക്തികൾ അവരുടെ പ്രൈവസി ചെയ്യുന്നു, അതേപോലെ ലിവിങ് ടുഗദർ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് ഇവര് സമൂഹത്തിൽ ഇറങ്ങി അങ്ങനെ ചെയ്യുന്നു ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ അവകാശങ്ങൾ ഒരിക്കലും നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എസ്കേപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ലൈസൻസ് അല്ല. എനിക്ക് തോന്നുന്നു തനുജ, ഈ തകർന്ന പ്രണയങ്ങളും ഈ ദിവസങ്ങളിൽ നമ്മൾ ഓർമ്മിക്കണമല്ലോ. കാര്യം നമ്മൾ ഈ മുൻ വാലന്റൈൻമാരെയും കൂടി ആലോചിക്കുമ്പോൾ ഈ പുതിയ പ്രണയങ്ങൾ, അതായത് പ്രണയത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് തന്നെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടാനുള്ള ഒരു അവസരമായിട്ട് 7 ദിവസങ്ങളെ കാണാൻ പറ്റുമോ? എന്താ അറിയുമോ, ഞാൻ പറയട്ടെ, ഈ പ്രണയം, പ്രേമം എന്നൊക്കെ പറയുന്നത് പോലെ അത്രയേറെ പ്രക്ഷോഭകരമായ മറ്റൊരു ഇമോഷൻസ് മനുഷ്യരുടെ ഇടയിൽ വിപ്ലവമാണ്, പ്രക്ഷോഭകരവുമാണ്. അപ്പൊ അത് എങ്ങനെ നമ്മുടെ ഒരു ഔട്ട്ലുക്കാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ സ്നേഹത്തിന് മാത്രമല്ലേ നമുക്ക് ഒരു കുറ്റത്തിന് മാപ്പ് കൊടുക്കാൻ പറ്റൂ? ഒരു കുറ്റം ചെയ്യുന്നു നമ്മുടെ പാർട്ണർ ആവട്ടെ, മറ്റൊരു മനുഷ്യൻ, സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ മാപ്പ് കൊടുക്കാൻ പറ്റൂ. അപ്പൊ അത്രയും ഉദാത്തമായ ഒരു ഭാവമാണ് ഈ പ്രണയം, സ്നേഹം, പ്രേമം എന്ന് പറയുന്നത്. അത്തരം കണ്ടിട്ട്, അത്തരം ചില എക്സാമ്പിൾ എടുത്തിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കാണുന്ന കുറെ കാര്യങ്ങൾക്കെതിരെ കണ്ണടയ്ക്കാൻ പറ്റില്ല. ഇതുണ്ട്, ഇത് ഇല്ലാതാക്കുകയാണ് വേണ്ടത്. ഇതിനെ നമ്മൾ ആക്ഷേപിക്കുകയല്ല വേണ്ടത്, മൊത്തമായിട്ടുള്ളതിനെ. അപ്പൊ ഈ പ്രണയം ഇത് എന്നൊക്കെ പറയുന്നത് ഒരു ഇപ്പൊ ശരിക്കും ആ പ്രാക്ടിക്കലി വളരെ പച്ചയായിട്ട് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രണയിക്കുന്നു, അവർക്കൊരു ബ്രേക്ക് വരുന്നു, അവർ വേറൊരാളിലോട്ട് പോകാമോ എന്ന് ചോദിച്ചാൽ ഇവിടെ നിന്നാൽ ഈ പറഞ്ഞ കൊലയും അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ മരണം വരെ മനസ്താപത്തോടെ ജീവിക്കുകയാണ് വേണ്ടത് എന്ന് വന്നാൽ അത് വിട്ടിട്ട് മുന്നോട്ട് പോകണം. ജീവിതം മുന്നോട്ടാണ് നദി ഒഴുകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.